ബിശ്രീ ഒമ്പലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കറിവേപ്പിനെ കുറിച്ചാണ്. നേരത്തെ ഞാൻ കറിവേപ്പിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വെള്ളീച്ച ശല്യം മാറാനും പിന്നെ ഇല മഞ്ഞളിപ്പ്, ഇല മുരടിപ്പ്, അതിൻ്റെയൊക്കെ ശല്യം മാറാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്പ്രേ ചെയ്ത് കൊടുത്തു. 1 ലിറ്റർ വെള്ളത്തിൽ 3 ml ഇമിഡാക്ലോപ്രൈഡ് എന്ന് പറഞ്ഞ ഒരു പിന്നെ ലിക്വിഡ് സ്പ്രേ ചെയ്ത് കൊടുത്തായിരുന്നു. അതിന് ശേഷമാണ് എൻ്റെ കറിവേപ്പിന് വെള്ളിച്ച ശല്യമൊക്കെ മാറിയത്. ആ വെള്ളിച്ച ശല്യം കാരണം ഞാൻ അതിൻ്റെ മണ്ട കട്ട് ചെയ്ത് വിട്ടത്. എനിക്ക് 3 കറിവേപ്പുണ്ട്, 3ൻ്റെയും മണ്ട ഭാഗം ഞാൻ കട്ട് ചെയ്ത് വിട്ടതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മരുന്നൊന്നും സ്പ്രേ ചെയ്ത് കൊടുത്തില്ല കേട്ടോ. അതിൻ്റെ ചുവട്ടിൽ ഞാൻ മീൻ കഴുകിയ വെള്ളം, മീനിൻ്റെ വേസ്റ്റ് മൊത്തവും മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം എൻ്റെ ചുവട്ടിൽ ഞാൻ ഇച്ചിരി മാറ്റി ഒഴിച്ചു കൊടുത്തായിരുന്നു. അത്രയേ ഉള്ളൂ. അത് ചുവട്ടിൽ നിന്നും നല്ലതുപോലെ പൊട്ടി കിളുക്കുന്നുണ്ട്. ഇഷ്ടംപോലെ അതിൻ്റെ ചുവട്ടിൽ നിന്ന് കണ്ട ഇഷ്ടംപോലെ അതിൻ്റെ ചുവട്ടിൽ നല്ലതുപോലെ പൊട്ടിക്കിളുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഇവിടെയും ഇത് കണ്ട വെള്ളീച്ച ശല്യമേ ഇല്ല. ഇപ്പം നല്ലതുപോലെ പൊട്ടിക്കിളുക്കുന്നുണ്ട്. അതേണ്ട വെള്ളീച്ച ശല്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇലയുടെ അടിവശം കണ്ട നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. ഒരു ശല്യവുമില്ല. ഇല മുരടിപ്പോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇമിഡാക്ലോപ്രൈഡ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ മണ്ടഭാഗം കട്ട് ചെയ്ത് വിട്ടതായിരുന്നു. ഇവിടം വെച്ച് കട്ട് ചെയ്ത് വിട്ടതാണ്. നല്ലതുപോലെ പൊട്ടിക്കിളുത്ത് 2-2.5 ആഴ്ച ആയതേ ഉള്ളൂ. ഇല്ല കേട്ടോ, മുരടിപ്പില്ല, വെള്ളീച്ച ശല്യമില്ല, ഇല്ല മഞ്ഞളിപ്പില്ല, ഒന്നുമില്ല. അപ്പോൾ ചുവട്ടിലെ ആ മീൻ കഴുകിയ വെള്ളം മാത്രം ഞാൻ ഒഴിച്ച് കൊടുത്തതേ ഉള്ളൂ. പിന്നെ ചൂട് കാരണം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കാറുണ്ട് ഇടയ്ക്ക്. വെള്ളിച്ച ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര വെള്ളിച്ചയായിരുന്നു. കണ്ടോ എൻ്റെ ഇലയിലൊക്കെ കണ്ടോ കറുത്തിരിക്കുന്നുണ്ടോ? ഇതൊക്കെ ഭയങ്കര വെള്ളിച്ച ശല്യമായിരുന്നു. ഒരു ഇല പോലും എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയായിരുന്നു. ഇത് കണ്ടോ ഭയങ്കര വെള്ളിച്ചയായിരുന്നു ഇതിലൊക്കെ. ഇപ്പം കണ്ടോ കറുത്തിരിക്കുന്നുണ്ട്. ഇപ്പം ഇപ്പോഴത്തെ കണ്ടോ കറിവേപ്പ് കണ്ടോ നല്ലതുപോലെ പൊട്ടിക്കിളുത്ത് വരുന്നുണ്ടോ? അതുപോലെ തന്നെ ഇതും 3 കറിവേപ്പുണ്ട്. 3ഉം അങ്ങനെയായിരുന്നു. എനിക്ക് ഒരു ഇല പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പം നല്ലതുപോലെ പൊട്ടിക്കിളുത്ത് വരുന്നുണ്ട്. അടിപൊളിയായിട്ട് കിളുത്ത് വരുന്നുണ്ട് കണ്ടോ. ഞാൻ വിചാരിച്ചു വെള്ളിച്ച ശല്യം കാരണം നമുക്കിത് ഇനി കറിവേപ്പില പോയി നമുക്കിനി ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിൻ്റെ ചുവട്ടിലും കിളുക്കുന്നുണ്ട്. കണ്ടോ ഇഷ്ടംപോലെ തൈ. ഈ ഒരു കറിവേപ്പില മാത്രമേ ഞങ്ങൾ വെച്ചിട്ടുള്ളായിരുന്നു. അതിപ്പം അതിൽ നിന്നും കണ്ടോ താഴേന്ന് പൊട്ടി കിളുക്കുന്നുണ്ട്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പം ഇത് ഇച്ചിരിയുടെ വലിയതാകുമ്പോൾ ഉണ്ടല്ലോ ഇവിടം വെച്ച് ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്ത് വിടും. അപ്പം ഇത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വിട്ടതായിരുന്നു. കണ്ടോ ഇവിടുന്ന് ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് വിട്ടതായിരുന്നു. എന്നിട്ടാണ് ഇതിങ്ങനെ പൊട്ടിക്കിളുത്ത് വന്നത്. അപ്പോൾ ഇനി വീണ്ടും ഈ താഴേന്ന് കിളുത്ത് വരുന്നുണ്ട്. ഇവിടുന്ന് കണ്ടോ ഇവിടുന്നൊക്കെ 2, 3, 4 സ്ഥലത്തുനിന്ന് കിളുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാനിനി ഈ ഇച്ചിരി വെയിലൊക്കെ മാറി കഴിയുമ്പോൾ ഇവിടം വെച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കവറും ഇച്ചിരി മണ്ണും കൂടെ വെച്ച് കെട്ടി കൊടുക്കുമ്പോഴല്ലേ സൈഡിൽ നിന്ന് വീണ്ടും പൊട്ടിക്കിളുക്കും. ഇത് ചുവട്ടിലും കിളുക്കുന്നുണ്ട്. അപ്പം പന്തലിച്ച് നിൽക്കും, കുറ്റി പോലെ പന്തലിച്ച് നിൽക്കും ഇത് കറിവേപ്പില. അതുപോലെ തന്നെ അതിൽ നിന്നും പൊട്ടിക്കിളുക്കുന്ന ആ വേരിൽ നിന്ന് വരുന്ന പൊട്ടിക്കിളുക്കുന്ന തൈയാണ് ഇതിൻ്റെ ചുവട്ടിലും പൊട്ടിക്കിളുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ശ്രമിച്ച് നോക്കുക. ഇമിഡാക്ലോപ്രൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ 3 ml 3 ml മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കറിവേപ്പ് തഴച്ച് വളരാനും വെള്ളിച്ച ശല്യം, മുരടിപ്പ്, മഞ്ഞളിപ്പ് അതൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ. കണ്ടോ കറിവേപ്പ് കൊണ്ടൊന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല പച്ചപ്പാണ്. 3ഉം നല്ലതുപോലെ തന്നെ. പിന്നെ ഒരു വിഷമം പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ഈ കുറ്റിയിൽ കുറേ വഴുതന നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരു 2-3 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. നല്ല വെയിലായതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ആരും ഇല്ലല്ലോ. വന്ന് നോക്കിയപ്പോഴത്തേന് അതെല്ലാം ഉണങ്ങിപ്പോയി. 3-4 ദിവസം നല്ല വെയിലല്ലേ. മാത്രമല്ല ഇത് തഹരമായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഇത് ചൂട് കയറുമല്ലോ ഇതിലൊക്കെ. ഇത് ഞങ്ങൾ ഫൈബർ ഗ്ലാസ് ചെയ്തുകൊണ്ട് ഇതിന് വലിയതായിട്ട് ചൂടേക്കത്തില്ല. ഇത് തഹരമായതുകൊണ്ട് വേരിന് നല്ലപോലെ ചൂടേറ്റെന്ന് തോന്നുന്നു. കുറേ തൈയൊക്കെ പോയായിരുന്നു. അപ്പം കുഞ്ഞു തൈകളുണ്ട്. പൂക്കാനും കായ്ക്കാനും ആയ തൈയെല്ലാം കുറേ പോയി. അതിൽ നിന്ന് ബാക്കി ഉണ്ടായിരുന്നത് ഞാനെടുത്ത് മാറ്റി ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. എന്നാലും അത് ചെറിയൊരു വാട്ടമുണ്ട്. പിടിച്ച് കിട്ടുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് എടുത്ത് സൈഡിൽ ഞാൻ മാറ്റി വെച്ചു. കുറ്റിയിൽ നല്ലതുപോലെ പിടിച്ച് വന്നതാണ്. എന്താ ചെയ്യാനാ, നമുക്ക് ആവശ്യത്തിന് പുറത്ത് പോകാതിരിക്കാൻ പറ്റുമോ? ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലേ വെള്ളം ഒഴിക്കാനും എന്തെങ്കിലും ആരെങ്കിലും ഇവിടെ ഉണ്ടാവണം. നമുക്ക് ആരുമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ തന്നെയെല്ലാം ചെയ്യുന്നത് കൊണ്ട്
അപ്പം കറക്റ്റ് ആ സമയത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ആരും ഇല്ലാതിരുന്നത് കൊണ്ട് കുറേ പോയി. അപ്പം വലിയ തൈകളൊക്കെ ഇന്ന് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു, എന്നാലും ഒരുവിധം പിടിച്ച് കിട്ടുന്നുണ്ട്. ഇത് ലാസ്റ്റ് ചെറിയ വാട്ടമുണ്ട്. ഇത് ഞാൻ ഇലയൊക്കെ പോയി കട്ട് ചെയ്ത് ഞാൻ പിന്നെ കട്ട് ചെയ്ത് വെച്ചേക്കുക. പൊട്ടി കിളുക്കുമെന്ന് തോന്നുന്നു, ചെറുതായിട്ട് ഫ്രഷായിട്ട് വരുന്നുണ്ട്, കിളുക്കുമെന്ന് തോന്നുന്നു. പിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു, ഒരു 5-6 കിട്ടിയാലും മതിയായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഇന്നത്തെ കറിവേപ്പിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.